RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യവർഷം സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ക്ലബ് വേൾഡ് കപ്പ് റൗണ്ട് ഓഫ് 16ലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നാളെ മുതൽ ഇതിന്റെ മത്സരങ്ങളാണ്. അപ്പോൾ ഒരുപാട് ടീമുകൾ ഇതിൽ ക്വാളിഫൈ നേടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഏതൊക്കെ ടീമുകൾ റൈഹാന്റെ ഇന്റർവ്യൂമൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ടീമുകൾ ഇതിൽ അടുത്ത റൗണ്ടിലേക്ക് പോകുന്നു നോക്കാം. നമുക്ക് ഒന്നാമത്തെ എ ഗ്രൂപ്പ് തന്നെ. എ ഗ്രൂപ്പിൽ യോഗ്യത നേടിക്കുന്നത് പാൽമരസും ഇന്റർമിയാമിയാണ്. അതേപോലെ രണ്ടാമത്തെ ഗ്രൂപ്പിൽ PSG ബോട്ടഫോഗയാണ് നേടിയിരിക്കുന്നത്. മൂന്നാമത്തെ ഗ്രൂപ്പൊക്കെ ബെൻഫിക്കയും ബയൺ മ്യൂണിക്കാണ് സി ഗ്രൂപ്പിൽ നിന്ന് യോഗ്യത നേടിയിട്ടുള്ളത്. അടുത്ത ഫ്ലെമിംഗോയും ചെൽസിയാണ് അടുത്ത ഗ്രൂപ്പിൽ നിന്ന് യോഗ്യത നേടിയിരിക്കുന്നത്. ഇന്റർ മിലാനും അതേപോലെ തന്നെ മോണ്ടരി അവരാണ് യോഗ്യത നേടിയിരിക്കുന്നത്. ഡോട്ട്മണ്ടും ഫ്ലുമിനസും ആണ് അടുത്തതില് നേടിക്കുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയും ജുവന്റസ് ആണ് അടുത്ത ഗ്രൂപ്പിൽ നിന്നിട്ട് യോഗ്യത നേടിക്കുന്നത്. അവസാന ഗ്രൂപ്പായ H ഗ്രൂപ്പിൽ നിന്ന് റയൽ മഡ്രിഡും അൽ ഹിലാൽ FC ആണ് നേടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഓരോ മത്സരങ്ങൾ അടുത്ത് വരുന്നത് ഇന്റർ മിലാനും PSG ആണ് എതിരാക്കുന്നത്. അപ്പൊ ഓരോ മത്സരങ്ങളിൽ ആരാണ് ജയിക്കാൻ സാധ്യത, ആരാണ് അടുത്ത ഗ്രൂപ്പിലേക്ക് പോകാൻ നോക്കിയാലോ. അതെ, റെഹാനോ, ആദ്യ മത്സരം വരുന്നത് ബോട്ടഫോഗയും പാൽമരസും തമ്മിലാണ്. ബ്രസീലിയൻ ക്ലബ്ബാണ് രണ്ട് ടീം. ഇതെന്താ പറഞ്ഞാൽ ശരിക്കും അന്ന് പാൽമരസ് ആയിട്ട് ഇന്റർമിയാമി ജയിച്ചിരുന്നെങ്കിൽ 2 ഗോളിന് മുന്നിൽ നിന്നിട്ട് 80 മിനിറ്റ് ശേഷം 2 ഗോൾ വാങ്ങിച്ച സമനിലയായിട്ടാണ് ഇപ്പൊ ഇന്റർമിയാമിക്ക് PSG എതിരാളിയുള്ളത്. അല്ലെങ്കിൽ ഇപ്പൊ ബോട്ടഫോഗ ആയിട്ടാണ് കളിക്കുന്നത്. പാൽമരസിന് PSG ആവേണ്ടതായിരുന്നു. അപ്പോ ഇതാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് കളിയിൽ ആര് ജയിക്കും? പാൽമരസ് ജയിക്കോ ബോട്ടഫോഗ ജയിക്കാനാണ്? യൂറോപ്യൻ ജയൻസിനൊക്കെ തോൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു കളിയാണ്. PSG തോൽപ്പിച്ചെന്നൊക്കെ പറയുന്നത് ശരിയാണ്. പാൽമരസ് നല്ല കളി. പക്ഷെ പാൽമരസ് അവസാനത്തെ ഇന്റർമിയാമിയോട് 2 ഗോളിന് അവസാനം തോറ്റിട്ട് അവർ 2 ഗോളിന് വിജയിക്കുകയും ചെയ്തത്. അപ്പൊ ആരാണ് ജയിക്കാൻ ചാൻസ് ഉള്ളത്? നിങ്ങൾ പ്രൊഡിക്ഷൻ അല്ല, നീ പറ, എന്നിട്ട് നമുക്കത് പറയാം. എന്നാ ശരി, ഞാന് കുറച്ചും കൂടി ബോട്ടാഫോഗിന്റെ സൈഡിലേക്കാണ്. എന്റെ ഇതില് പാൽമരസ് ജയിക്കുന്നതാണ് നാളത്തെ കളിയിൽ. പാൽമരസ് ജയിക്കാനാണ് കൂടുതൽ ചാൻസ്. നോക്കാലോ നമുക്ക്. അപ്പോ പാൽമരസ് നമ്മള് ബോട്ടഫോഗ. ഓക്കെ. അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്ത കളി പറഞ്ഞ ബെൻഫിക്കയും ചെൽസിയാണ്. ചെൽസിയും ബെൻഫിക്കയും കൂടിയുള്ള മത്സരത്തിൽ ആര് ജയിക്കുന്നതാണ് റേഹ പറയുന്നത്? ബെൻഫിക്ക പറയാൻ പറ്റില്ല. ചെൽസി. ഞാൻ ബെൻഫിക്ക. എന്താ പറഞ്ഞാൽ ബെൻഫിക്ക ഈ സീസണിൽ മിന്നും ഫോമിലാണ്. ഒട്ടമന്റി അടങ്ങുന്ന ഡിഫൻസ് അവരുടെ ഭയങ്കര കരുതാണ്. ബയൺ മ്യൂണിക്കിനെയൊക്കെ 1 ഗോളിന് പിടിച്ചു നിർത്തുകയാണ് അവർ. അതേപോലെ നല്ല പെർഫോമൻസ് ആണ് ഈ സീസണിൽ എടുത്തിരിക്കുന്നത്. അപ്പൊ എന്റെ ഒരു ഇതില് ചെൽസിനെ ബെൻഫിക്ക മറികടക്കുന്നതന്നെ തോന്നുന്നത്. അപ്പൊ ചെൽസി ഫാൻസും ബെൻഫിക്ക ഫാൻസ് ഒക്കെ ഉള്ളവര് അതിന്റെ അടിയിൽ വരെ കമന്റ് ചെയ്യുക ആര് ജയിക്കാത്ത ഗോൾ എന്നുള്ളത്. അടുത്ത മത്സരത്തില് ഇന്റർ മിയാമി വെസ്റ്റ് PSG എന്തായിരിക്കും? ടീമിന് വിട്ടുകൊടുക്കേണ്ടി വരും ചിലപ്പോൾ. അത് അങ്ങനെയല്ല, എന്നാലും പറ ഏത് ടീം ജയിക്കാന്നാണ്. ഇന്റർ മിയാമി. ഓക്കെ. എന്റെ ഇതില് PSG തന്നെയാണ് കൂടുതൽ. ഒരു 90% ചാൻസ് PSG തന്നെയാണ്. പക്ഷേ ഒരു 10% ഉണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല. മെസ്സി അവിടെ ഉള്ളതുകൊണ്ട് മാത്രം ആ 10%. അത് ചിലപ്പോൾ 100% മാറാനും ചാൻസ് ഉണ്ട്. മെസ്സിയുടെ ദിവസമാണെങ്കിൽ പിന്നെ PSG അല്ല ഏത് ടീം വന്നാലും അതിന് എന്താ പറഞ്ഞാൽ ഇന്റർ മിയാമി എന്നൊരു ക്ലബ്ബ് മെസ്സിക്ക് കൂടെ നിന്നിട്ട് നിൽക്കണം. ഇപ്പൊ കഴിഞ്ഞ 2 മത്സരങ്ങളിലൊക്കെ പൊരുത്തി കളിച്ച പോലെ സുവാരസും ബുസ്കറ്റ്സും ജോഡി ആൽവിയും അടങ്ങുന്ന ഇന്റർ മിയാമി. അവിടെ ഇന്റർ മിയാമിന്റെ ഗോളി ഒരു തന്നെയാണ്. പക്ഷെ ചാൻസുകൾ ഒക്കെ മാറി മറിഞ്ഞ് അത്ഭുതങ്ങൾ സംഭവിച്ച് ഇന്റർ മിയാമി അടുത്ത ഗ്രൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു ചരിത്രം തന്നെ ആയിരിക്കും. സീസണില് ഏറ്റവും കൂടുതൽ കിരീട സാധ്യതയുള്ള ക്ലബ്ബാണ് PSG. അതേപോലെ PSG ഒരുപാട് ട്രോഫികൾ ട്രിപ്പിൾ അടക്കം അടിച്ചുകൂട്ടി ചാമ്പ്യൻസ് ലീഗും ലീഗ് വണ്ണൊക്കെ അടിച്ചുകൂട്ടിയിട്ടാണ് വരുന്നത്. അവര് ഡെംബലെ പരിക്കുമാറി തിരിച്ചു വരുന്നു എന്നുള്ള ന്യൂസ് കൂടി വരുന്നുണ്ട്. എന്തായിരിക്കും നിങ്ങളുടെ ഒരു ഗോൾ പ്രൊഡിക്ഷൻ? ആര് ജയിക്കും എന്നുള്ളത് കമന്റ് ബോക്സിൽ വരണം. തീർച്ചയായിട്ടും മെസ്സി ഇപ്പോ ഡിമറിയോട് ഇന്റർവ്യൂ ചോദിച്ചു. എന്താണ് ഇന്റർവ്യൂ ചോദിച്ചിട്ടുണ്ട് ഡിമറിയോടെ. അപ്പൊ ഡിമറിയ എന്നത് പറഞ്ഞെന്ന് പറഞ്ഞാല് മെസ്സിക്ക് വേണ്ടിയിട്ട് അല്ല PSG വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കാലം കളിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു ടീമാണ്. പക്ഷെ എന്റെ സഹോദരനാണ് മെസ്സി. മെസ്സിയെ ഞാൻ എന്തായാലും പിന്തുണയ്ക്കുന്നു. ആള് കളി ആര് ജയിച്ചു തോറ്റുന്നല്ല, പക്ഷെ മെസ്സി എന്താന്നുള്ളത് ആ ഗ്രൗണ്ടിൽ കാണിച്ചിട്ട് ആള് ഇവിടെ പോകുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നാളെ അതിനു വേണ്ടിയിട്ട് മറ്റന്നാളാണ് കളി. അതിനുവേണ്ടി കാത്തിരിക്കുക. അടുത്ത ഒരു മത്സരത്തിൽ ഫ്ലെമിംഗോയും ബയൺ മ്യൂണിക്കാണ്. ഇതില് വലിയ അത്ഭുതങ്ങളും സംഭവിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ബയൺ മ്യൂണിക്കിന് ഒരു കൂടുതൽ ചാൻസ് വരുന്നത് 70% ബയൺ മ്യൂണിക്കിനാണ്. അപ്പൊ ഇതില് നമ്മളൊന്നായി. ബയൺ മ്യൂണിക്ക് തന്നെ ജയിക്കാൻ ചാൻസ്. അടുത്ത ഇന്റർ മിലാനും ഫ്ലുമിനസും ആണ്. ഇന്റർ മിലാൻ. എന്റെ ഇതില് ഫ്ലുമിനസ് ഇന്റർ മിലാമിന് അടിക്കും. അവരതിനുള്ള ഇതുണ്ട്.
ബ്രസീലിയൻ ക്ലബ്ബാണ്. അവര് നല്ല രീതിക്ക് ഡിഫെൻഡ് ചെയ്യാനും അറ്റാക്കിങ്ങിനും കാര്യങ്ങളായി കളിക്കുക. ഇന്റർ മിയാമിന്റെ ശൈലിയോട് ചേർന്ന് കളിക്കുന്ന ഒരു തിയാഗോ സിൽവയുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ക്ലബ്ബാണ്. ഇന്റർ മിലാനോട് കടപിടിക്കുന്ന ശൈലി തന്നെയാണ് അവരുടെ കളി തന്നെ. അപ്പൊ നമുക്ക് അതില് തീരുമാനമായി. അടുത്ത കളി വരുന്നത് മാഞ്ചസ്റ്റർ സിറ്റി വിച്ച് അൽ ഹിലാൽ. രണ്ട് സൗദി ഷേഖ്മാരും. അത് എന്തായാലും സിറ്റി തന്നെ ആയിരിക്കും. സിറ്റി മിന്നും ഫോമിലാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ സീസണിൽ സിറ്റിയുടെ പോരായ്മകൾ എന്ന് പറഞ്ഞാൽ റോഡ്രി എന്ന അവരുടെ എഞ്ചിൻ ഇല്ലായിരുന്നു. റോഡ്രി വന്ന ശേഷം മിന്നും ഫോമില. ഇന്നലെ ജുവന്റസിന് 5-2 പരാജയപ്പെടുത്തി. എന്താ കളി എന്നറിയോ? അപ്പോ സിറ്റി 3 കളിയും ജയിച്ചിട്ടാണ് വരുന്നത്. അവര് മിക്കവാറും ഫൈനലിസ്റ്റ് ആയിട്ടുണ്ടാവും. അൽ ഹിലാലിനെ നോക്കുകയാണെങ്കിൽ അവർക്ക് നല്ല പാസിംഗ് മൂവ്മെന്റും റയൽ മാഡ്രിഡിന്റെ സമുദ്രം പിടിച്ചൊക്കെ ശരിയാണ്. പക്ഷെ ഇത് സിറ്റിയാണ് മോനെ. സിറ്റി മിന്നും ഫോമിലാണ്. ഇപ്പൊ തന്നെ അടിച്ചുകൂട്ടി ഞാൻ സിറ്റിക്ക് തന്നെ പറയുന്നത്. കാരണം ചില പ്ലെയേഴ്സ് അവിടെ ഉണ്ട്. അടുത്ത കളി വരികയാണെങ്കിൽ റയൽ മാഡ്രിഡ് വിസ് ജുവന്റസ്. ഇത് ഒരു 1.5 കളിയായിരിക്കും. ജുവന്റസ് ഇന്നലെ പരാജയപ്പെട്ടു, ശരിയാണ്. പക്ഷെ ജുവന്റസ് ഇന്നലെ അവരായിട്ട് പരാജയപ്പെട്ടത്. കാരണം എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് ഡിഫൻസ് ഇറങ്ങി കളിച്ചു. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു ഓൺ ഗോൾ ആയിരുന്നു. അതേപോലെ തന്നെ ഡിഫൻസ് പരമാവധി സിറ്റിക്ക് പെനാൾട്ടി ബോക്സ് വരെ ആക്രമിക്കാനുള്ള കൊടുത്തു. പിന്നെ സിറ്റിയിൽ അറിയാലോ, നമുക്കിപ്പോ കുറെ പുതിയ പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. പുതിയ പ്ലേയേഴ്സ് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് ട്രിപ്പിൾ ചെയ്ത് ഉള്ളിക്ക് കയറാനുള്ള അവസരങ്ങൾ കൊടുത്തു. അവിടെ നിന്ന് ഗോൾ അടിച്ചു. 5 ഗോൾ അടിച്ചിട്ടാണ് അവർ മടങ്ങിയത്. അപ്പൊ തീർച്ചയായിട്ടും റയൽ മാഡ്രിഡ് ഇന്നലത്തെ കളി 3-0 വിജയിച്ചു സ്ട്രാസ്ബർഗിന്റെ കൂടെ. തീർച്ചയായിട്ടും അപ്പൊ ഒരു മിന്നും കളി തന്നെ ആയിരിക്കും എന്തായാലും നമുക്ക് ഇറക്കാം. എന്റെ ഒരു ഇതില് കുറച്ചുകൂടി ചാൻസ് റയൽ മാഡ്രിഡ് റയൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ അടുത്ത കളി ബൊറൂസിയ ഡോർട്ട്മണ്ട് മോണ്ടേരിയ. ആരായിരിക്കും? ഞാൻ ചെറിയ ക്ലബിനെ പറയുമ്പോ നിങ്ങൾ വലിയ ക്ലബിനെ പറയുന്നു. ഞാൻ വലിയ ക്ലബിനെ പറയുമ്പോ നിങ്ങൾ ചെറിയ. ശരി, ഞാനിത് ബൊറൂസിയന് പറയുന്നു. ഞാനും അത് കുറച്ച് പ്ലെയേഴ്സ് ഒക്കെ ഉണ്ടാവും. ശരി, എന്തായാലും ബൊറൂസിയ ആണ് കൂടുതൽ ചാൻസ്. അപ്പൊ അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞാൽ ഇനി തീപ്പാറും റൗണ്ടുകളാണ്. ഇതില് കുറച്ച് ബ്രസീലിയൻ ടീമുകൾ, അതേപോലെ യൂറോപ്പിൽ നിന്ന് കുറെ ടീമുകൾ, സൗദിയിൽ നിന്നൊരു ടീം അൽ ഹിലാല്, അവർ ചരിത്രം കുറിച്ചിട്ടാണ് ഈ 16 വരുന്നത്. അതേപോലെ അമേരിക്കയിൽ നിന്ന് ഇന്റർ മിയാമി. ഇത്രയും സവിശേഷതകളാണ് ഈ ഒരു ഇതിനുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് 8 ടീമുകൾ ഏതൊക്കെയായിരിക്കും എന്നുള്ള ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് എടുത്ത അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ ഡെയിലി നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും.